തീർത്തും ജനവിരുദ്ധവും മനുഷ്യത്വ വിരുദ്ധവുമായിട്ട് പോലും മതസംഹിതകൾക്ക് ഇപ്പോഴും സ്വയം പൊട്ടിത്തെറിക്കുന്ന മനുഷ്യരെ സൃഷ്ടിക്കാനാവുന്നത് എന്തുകൊണ്ടാണ്? ബിക്കോസ് ഈ മതം എന്ന് പറഞ്ഞാൽ മാറുന്നില്ല എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് അവർ പൊട്ടിത്തെറിച്ചതെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. അവർ പൊട്ടിത്തെറിക്കുന്ന അടുത്ത പീക്കോ സെക്കൻഡിൽ അല്ലെ അടുത്ത നാനോ സെക്കൻഡിൽ അവരൊരു സ്ഥലത്ത് ചെല്ലും. ആ സ്ഥലത്ത് മദ്യം ഒഴുകുന്ന ഒരു നദി ഉണ്ടായിരിക്കും. അധ്വാനിക്കണ്ട 72 തരുണിമാർ അവർക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ട്. മുസ്ലിങ്ങളുടെ സ്വർഗത്തിലെ മുഹമ്മദ് ഇതുവരെ എത്തിയിട്ടില്ല. മുഹമ്മദൊക്കെ ഇങ്ങനെ ചെക്ക് പോസ്റ്റിൽ കിടക്കുക. പക്ഷേ ദൈവത്തിൻ്റെ മാർഗത്തിൽ പൊട്ടിത്തെറിച്ചാൽ അപ്പോഴേ അവിടെ അഡ്മിഷൻ കിട്ടും. നേരിട്ട് ചെയ്യാതിരിക്കുമോ? മുഹമ്മദിന് പോലും കിട്ടാത്ത ഭാഗ്യം. ഇങ്ങനെ ആളുകൾ വിശ്വസിക്കും. നിങ്ങൾക്കറിയാം, ഞാൻ ആ ഉറുമ്പിൻ്റെ കാര്യം പറഞ്ഞില്ലേ, അല്ലെങ്കിൽ പല പല ജീവികളുണ്ട്. ആ എലിയുടെ കാര്യം പറഞ്ഞില്ലേ, ആ എലി എന്തിനാ പൂച്ചയിലൊക്കെ പോയി കളിക്കുന്നത്? എലിയല്ല, എലിയുടെ സോഫ്റ്റ്വെയർ അല്ല, മനുഷ്യൻ്റെ സോഫ്റ്റ്വെയർ അല്ല ഇവരിൽ വർക്ക് ചെയ്തു. അല്ല, എങ്ങനെ കഴിയും? നിങ്ങളിപ്പോൾ ഇതൊരു വലിയ പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളുടെ കഥ മറ്റുള്ളവരുടെ കഥയിൽ നിന്ന് വ്യത്യസ്തമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നു. നിങ്ങൾ അടുത്ത് ചെന്നിരിക്കുന്നു, നിങ്ങൾ അവരെ നശിപ്പിക്കുന്നു. എന്തുകൊണ്ടായിരിക്കും ആ കൊച്ചു കുട്ടിയെ തലോടിയിട്ട് അവൻ കയറി പോകുന്നു? അവിടെ വെച്ച് അവനങ്ങ് പൊട്ടിത്തെറിച്ചുവിടായിരുന്നു. കാരണം അതിനകത്തൊരു മതദർശനമുണ്ട്. ഈ കുട്ടികൾ ഇത്ര വയസ്സിന്, അത് ഞാൻ കൃത്യമായിട്ട് ഓർക്കുന്നില്ല, അവരുടെ ഒരു ഏജ് ഉണ്ട്. അവർ സ്വർഗത്തിൽ തന്നെ ചെല്ലും എന്നൊരു ഏജുണ്ട്. പക്ഷെ അവർ മുസ്ലിം ആവണമെന്ന് തോന്നുന്നില്ലേ? ഞാനത് ക്ലാരിഫൈ ചെയ്യുന്നില്ല. പക്ഷേ എന്നാലും എനിക്ക് അങ്ങനെ ഒരു സംശയമുണ്ട്. പക്ഷെ അവനത് ചെയ്തിൽ ആരും മുതലാവില്ല. അതുകൊണ്ടാണ് ഒരു കുട്ടി മാത്രമേ മരിക്കുള്ളൂ, മുതലാവില്ല. പക്ഷെ പള്ളിയിൽ പോയിരിക്കുമ്പോൾ മുതലാവും. ഒരുപാട് പേരിങ്ങനെ ചുറ്റുമിരിക്കുകയാണ്. ഞാൻ ഇന്ന് ഷാലോ എന്ന് പറയുന്ന ഒരു ചാനൽ, ഒരു പത്രത്തിനകത്ത് അവരെഴുതിയിരിക്കുന്നൊരു കാര്യം, യേശുവിന് വേണ്ടി മരിക്കാൻ തയ്യാറാണോ കുട്ടികളെ എന്ന് ചോദിച്ചു. കുട്ടികളെല്ലാം പറഞ്ഞു യേശുവിന് വേണ്ടി എന്തും ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണെന്ന് പറഞ്ഞതും യേശു വിളിച്ചു എന്നുള്ളത്. അപ്പോൾ ഒരു ഇസ്രായേലി ക്രിസ്ത്യാനി അയാൾ ട്വീറ്റ് ചെയ്തിരിക്കുന്നു, യേശുവിന് വേണ്ടി ജീവൻ കൊടുത്ത കുട്ടികൾ അവരെന്നും സ്മരിക്കപ്പെടും. യേശുവിന് വേണ്ടി ജീവൻ കൊടുക്കുക, അള്ളാഹുവിന് വേണ്ടി ജീവൻ കൊടുക്കുക, കൊന്നാലും ചത്താലും ലാഭം എന്നുള്ള രീതിയിൽ മനുഷ്യർ ചിന്തിക്കുക. ഇതെല്ലാം രക്തസാക്ഷികളാണ്. ഇവരെല്ലാം ഫോട്ടോ വെച്ച്, ഇവരെല്ലാം പേര് വിളിച്ച് പല പള്ളികളിലും ഇപ്പോൾ അവരെക്കുറിച്ചുള്ള പ്രാർത്ഥനകൾ നടക്കുന്നുണ്ട്. ഇറ്റ്സ് എ വെരി ഡേഞ്ചറസ് വൈറസ് വി ഹാവ് ടു ലിബറേറ്റ് ഫ്രം. അങ്ങനെ ലിബറേറ്റ് ചെയ്തെടുത്ത് മാത്രമേ പുരോഗതി ഉണ്ടായിട്ടുള്ളൂ. സാമ്പത്തിക പുരോഗതിയായാലും കൾച്ചറലായിട്ടും ഇത് പലരും തിരിച്ചറിയുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം.